നമസ്കാരം. നെതന്യാഹുവിനെതിരെ അമേരിക്കയുടെ ബോംബിംഗ്. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ തർക്കം മുറുകുന്നു. ഇറാൻ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും തമ്മിൽ കടുത്ത വാഗ്വാദം നടന്നിരിക്കുന്നു. ഇറാനിലെ ഭരണമാറ്റം അനായാസമാകുമെന്ന നെതന്യാഹുവിന്റെ വാദങ്ങൾ പാളിപ്പോയത് അതാണ് അമേരിക്കയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ടും ഭരണകൂടം തകരാത്തത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പാളിച്ചയെന്ന് വിലയിരുത്തുകയാണ് അമേരിക്ക. പശ്ചിമേഷ്യയിൽ നയതന്ത്ര പോര് അതിലൂടെ തന്നെ മുറുകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നെതന്യാഹുവിനെതിരെ ബോംബിംഗ് നടത്തുകയാണ് JD വാൻസ്. ഇറാനിലെ ഭരണമാറ്റം അനായാസമാണ് എന്ന നെതന്യാഹുവിന്റെ വാദങ്ങൾ പാളിയതാണ് അമേരിക്കൻ ഭരണകൂടത്തെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ടും അവിടുത്തെ തീവ്രവാദ വിഭാഗങ്ങൾ അധികാരം മുറുക്കുന്നതും ഭരണകൂടം തകരാത്തതും നെതന്യാഹുവിന് നൽകിയ ഉറപ്പുകൾക്ക് വിരുദ്ധമാണ് എന്ന് വാൻസ് പറയുകയാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് ട്രംപ് നിയോഗിച്ച വാൻസ് നെതന്യാഹുവിനോട് കയർത്ത് സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇസ്രായേലിന്റെ വാദങ്ങൾ വിശ്വസിച്ച് യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയ ട്രംപ് ഭരണകൂടം ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനികൾക്കെതിരെയുള്ള ഇസ്രായേലി കുടിയേറ്റക്കാരുടെ അതിക്രമങ്ങളെക്കുറിച്ചും വാൻസ് രൂക്ഷമായ ഭാഷയിൽ തന്നെ സംസാരിച്ചിരിക്കുന്നതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ വാൻസിനെ അപകീർത്തിപ്പെടുത്തുവാൻ ഇസ്രായേൽ തന്നെ പടച്ചുവിട്ട വ്യാജ വാർത്തയാണ് ഇതെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സംശയിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ട്രംപ് വിവരിച്ചതുപോലെ ലളിതമല്ലെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ അമേരിക്കൻ നേതൃത്വം എന്ന് പറയുന്നത്. അതേസമയം സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഇറാൻ തങ്ങളുടെ കടുത്ത നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന കരാർ ഇറാൻ തള്ളുകയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ മാറ്റണമെന്നും യുദ്ധനഷ്ടപരിഹാരം വേണമെന്നുമുള്ള ഇറാന്റെ ആവശ്യം, പക്ഷെ ഇതിനു പുറമെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് സുയസ് കനാലിലേതുപോലെ കപ്പലുകളിൽ നിന്ന് നികുതി ഈടാക്കുവാനുള്ള നീക്കവും ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഏപ്രിൽ 6 വരെ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും മേഖലയിലെ അനിശ്ചിതത്വം അത് തുടരുകയാണ്. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത എന്ന് പറയപ്പെടുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവാകുവാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനിലെ അറാഖ് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിതമായിട്ടുള്ള വ്യോമാക്രമണം പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഫോൺ സംഭാഷണം വാഗ്വാദത്തിലേക്ക് ഏർപ്പെട്ടത് നയതന്ത്ര മേഖലയിൽ പുതിയ വിള്ളലുകൾ വീഴ്ത്തുകയാണ് എന്നുള്ള സൂചനകൾ നൽകുന്നത്. ഇറാനിലെ ഭരണമാറ്റം അത് അനായാസമാകുമെന്ന നെതന്യാഹുവിന്റെ വാദങ്ങൾ പാളിയതാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ടും അവിടുത്തെ ഭരണകൂടം തകരാത്തതാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചതും അതിപ്പോൾ പാളിപ്പോയതും എന്നാണ് അമേരിക്ക കാണുന്നത്. പക്ഷെ അവിടെ നെതന്യാഹുവും ഒപ്പം തന്നെ ട്രംപും രണ്ടു ചേരിയിലേക്ക് തിരിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെട്ടിരിക്കുന്നു. യുദ്ധത്തിന് അന്തിമമാകുന്നില്ല എങ്കിലും ഒരു 5 ദിവസത്തേക്കുള്ള അല്ലെങ്കിൽ 10 ദിവസത്തേക്കുള്ള യുദ്ധവിരാമം ഇടുന്ന യുദ്ധത്തിന് അർദ്ധവിരാമം ഇടുന്ന ഒരു കാഴ്ച ട്രംപ് നടപ്പിലാക്കിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ എന്ന് പറയപ്പെടുന്ന ട്രംപിനെയും അമേരിക്കയും ഒരേ സമയം ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെതിരെയുള്ള വലിയ ആക്രമണത്തിലേക്ക് അമേരിക്ക തിരിയുന്നു. അമേരിക്കയുടെ ബോംബിംഗ് എന്ന് പറയപ്പെടുന്ന ആ തരത്തിലാണ് നെതന്യാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള തർക്കം മുറുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു എന്ന് വേണമെങ്കിൽ ഇന്നേ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.